മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ഇക്ക എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കണല്ലോ. അതെന്റെ ജന്മ സ്വഭാവം. അതിലെന്താ തെറ്റ്? മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടാണ്. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ആറാട്ടനെ കാണിച്ചത് ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. ആളൊരു തമാശക്കാരനാ. അതെ, ഇവനൊരു ബഫൂൺ കുടുംബത്തിലാണ് ജനിച്ചത് തന്നെ. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും അത് ഇനി സ്പോയിലർ അല്ല, ആറാട്ടനുണ്ടാ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏതായാലും എന്റെ അഭിനന്ദനങ്ങൾ. എന്നെ മാസെണ്ണ നമുക്ക് ആവശ്യം കൊടുത്തിന് എണ്ണ. അങ്ങനെ ആറാട്ടണ്ണന്റെ ഒരു മാസീൻ. എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി മറ്റാർത്ത പരിപാടി തന്നെയാണ്. പാവല്ലേ? ഇല്ല സാർ, ഇവനെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന്. ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ. സത്യം പറയട്ടെ, ഞാൻ അഭിനയിച്ച 1-2 വർഷം മുമ്പ് ഞാൻ അഭിനയിച്ചാണ്. ഞാൻ ഇടയ്ക്ക് ഞാൻ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ. അവസാനം വന്നു. പക്ഷെ ഇത് അറിഞ്ഞപ്പോ ഞാൻ വളരെ വളരെ സന്തോഷിച്ചു. കാണുമ്പോ ഭയങ്കര കയ്യടിയാണല്ലേ. ബാഡ് ബോയ്സ് വന്നപ്പോ അതേപോലെ ഞാൻ ഒരുപാട് നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടെ. ഞാൻ അവസാനം വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് തെററെ കൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷ. ഹിറ്റടിച്ചായിരിക്കും. എന്തായാലും അത് സന്തോഷം. ബഷീർ നല്ല പടയായി എനിക്ക് തോന്നിയത്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആക്കരുത്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഓൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തന്നെ ചിരി പോകുന്നു എന്റെ വേസ്റ്റ് കണ്ടപ്പോ. എന്തുകൊണ്ട് ആൾക്കാർക്ക് ചിരിക്കുന്നതിന് ഇപ്പൊ മനസ്സിലായി. എന്തൊരു താഴാഴ്മ. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ, ഗൗതമേനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയത് ആണല്ലേ. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇനിയും വലിയ ഒരുപാട് അവസരങ്ങൾ വരുന്നു. അല്ല, അങ്ങനെ ആക്ടിങ് ഇറങ്ങണമെന്നില്ല. ഇതെങ്ങനെ അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് അഭിനയിച്ചാ. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയണേ. ബസുകാല അഭിനയിച്ചിന് എത്ര ലക്ഷം രൂപ പ്രതിഫലം മേടിച്ചു? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന സത്യം പറയട്ടെ, ഒരു ഗോൾ വാങ്ങിച്ചിട്ടില്ല. സംഭവം ഒന്നും തടഞ്ഞില്ല അല്ലേ? ഇല്ല, പക്ഷെ പണമല്ല കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു.